ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. കാരണം 3 സുപ്രധാന CPM നേതാക്കളെ ജയിലിൽ കിടക്കുന്നത്. ഇനി അന്വേഷണം വ്യാപിച്ചാൽ ഇനിയും പ്രധാനപ്പെട്ട CPM നേതാക്കൾ അകത്തു പോകും. അതുകൊണ്ടാണ് ഇതിനെ മരവിപ്പിച്ചത്. രാഷ്ട്രീയമായ ഇടപെടൽ നടത്തി ദുർബലപ്പെടുത്തുകയാണ്. എല്ലാത്തിനും 5 മന്ത്രിമാരെ എഴുന്നേറ്റ് പറഞ്ഞല്ലോ, സഭ ഞങ്ങൾ പ്രതിഷേധം പല രീതിയിൽ പ്രകടിപ്പിക്കും. ഈ നിയമസഭാ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവര് പ്രതിപക്ഷത്തിരുന്നപ്പോഴും പല രീതിയിലുള്ള പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞല്ലോ എങ്ങനെയാണ് സഭയിൽ ഇന്നലെ ചാടി കയറി. ഞങ്ങൾ ചാടി കയറിയാണല്ലോ, കമ്പ്യൂട്ടർ എടുത്ത് വലിച്ച് അറിഞ്ഞില്ലല്ലോ. സ്പീക്കർ ഇരുന്ന കസേരയെടുത്ത് താഴേക്കിട്ട ആളെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് മന്ത്രിമാര് എങ്ങനെ നിയമസഭയിൽ പെരുമാറണമെന്ന്. ഒക്കെ അവരെ കൂടെ ഇരിക്കുന്നുണ്ട്. എല്ലാ കുഴപ്പവും കാണിച്ച ആളുകൾ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതിഷേധിച്ചു, ശക്തിയായി പ്രതിഷേധിച്ചു, ഒരു സംശയ കാര്യത്തില്ല. ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. സമാധാനപരമായിട്ടാണ് പ്രതിഷേധിച്ചത്. അവർക്ക് എന്തും പറയാമല്ലോ. എന്താ പ്രതിപക്ഷം ആദ്യമായിട്ടാണ് സമരം ചെയ്യുന്നത്. ഞാൻ ആ ടൈഡൽ 7 എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണല്ലോ ഈ മുഖ്യമന്ത്രി പ്രചരണം നടത്തിയത്. ടൈഡൽ 7 എന്ന് പറയുന്ന ബോംബെയിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാണല്ലോ അവർ നടത്തിയത്. അവർക്കുണ്ടല്ലോ PR ഏജൻസികൾ. സുനിൽ കനകോല് കോൺഗ്രസുകാരനാണ്, കോൺഗ്രസിന്റെ അംഗമാണ്. അദ്ദേഹം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ രാജ്യത്തെ എല്ലായിടത്തും സഹായിക്കാറുണ്ട്. ഇവിടെ കേരളത്തിലെ UDF കൂടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇന്നെ നിയമസഭയിൽ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് കനകോലിന്റെ അഡ്വൈസ് വേണമല്ലോ. അപ്പൊ ഇതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? കോലു എന്നൊക്കെ എന്തൊക്കെ അധിക്ഷേപം പറഞ്ഞത്. എന്നിട്ട് ഉള്ളി അധിക്ഷേപിച്ചാര് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മന്ത്രിനെ എന്തെല്ലാം ഇതാണ് പറഞ്ഞത്. മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ്, എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യമൊന്നും പറഞ്ഞു. മനസ്സിൽ ചിലർക്ക് ഇഷ്ടമാവില്ലല്ലോ ചിലരെ. അപ്പൊ എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു. എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ഇന്നലെ നിങ്ങളോടെന്താ പറഞ്ഞത്? ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFI DYFI പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു. ആ സമരം സംഘടിപ്പിച്ച ആളാണ് പുള്ളി. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ആ സമരം അല്ലല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്ലിപ്പ് ഉണ്ടായി കാണും. അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ. അത് എന്റെ സമനില തെറ്റി, എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത്. അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ? സ്ലിപ്പ് ഒരു പാർലമെന്ററി കാര്യ മന്ത്രിയെ പറഞ്ഞ അടുത്ത മന്ത്രിക്കുള്ള മറുപടി പറയണതിന്റെ ഇടയിൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനില്ലേ? ഒരു സ്ലിപ്പ്, ഒരു വകുപ്പിന്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോ എനിക്ക് ഭ്രാന്താണ്, എന്റെ സമനില തെറ്റി, എന്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത്, സംസാരിച്ചത്. അപ്പൊ എത്രമാത്രം വിരോധവും ശത്രുതയും വ്യക്തിപരമായി എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത്. കാരണം ടാർഗറ്റ് ചെയ്യാണ് എനിക്ക്. അതെനിക്കറിയില്ല. ഞാൻ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ്. കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ സഹായിക്കാനെന്നാണ് എന്റെ വിചാരം. അതൊക്കെ ആർക്കെതിരെയും സംസാരിക്കാമല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ, ഞാൻ UDFന്റെ ചെയർമാനല്ലേ, ഞാൻ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ. എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാമല്ലോ. ഈ പറയുന്ന CPMലെ 2ാം നിര മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണെന്ന് പറയാലോ. ഞാൻ പറഞ്ഞില്ലല്ലോ അവര് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച എന്താ തെറ്റ്? അല്ലല്ല, അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ്. ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ്, വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ്. ഞാൻ എന്നെ ഇത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ ഈ ബാനറിലെ വടിയൂരി അടിച്ചു എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അടിച്ചത് ആരെന്ന് അറിയാമല്ലോ. അതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അസംബന്ധമാണ് പറയുന്നത്. വടി വെച്ച് ഒരാളെ അടിച്ചിട്ടില്ല, അസംബന്ധമാണ്. സ്പീക്കർ പറഞ്ഞത് അസംബന്ധം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സ്പീക്കർ കണ്ടില്ല എന്ന് പറഞ്ഞു. സ്പീക്കർ കണ്ടില്ല എന്ന് പിന്നെ എങ്ങനെ സ്പീക്കർ ഇന്ന് അത് പറയണം? സ്പീക്കർ കണ്ടില്ല എന്ന് ഇന്നലെ എന്താണ് സ്പീക്കർ പറഞ്ഞത് നിയമസഭയിൽ? അതായത് സ്പീക്കറിന്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തേണ്ട ഗൌരവമുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നാണ്. ആണോ? ഒരു പ്രശ്നം. സാധാരണ സ്പീക്കർമാര് സഭ സംഘർഷം ഉണ്ടെങ്കിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എല്ലാവരും വിളിക്കും. ഇപ്പൊ വിളിച്ചാൽ മുഖ്യമന്ത്രി വരൂല.
മുഖ്യമന്ത്രി അതിന് തയ്യാറല്ല. മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാത്തത്. ഇന്നലെ ചർച്ചയ്ക്ക് വിളിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പറഞ്ഞില്ലേ. സ്പീക്കറുടെ നാവിന്നാണ് വന്നത്. അങ്ങനത്തെ ഗൌരവമുള്ള ഒരു കുഴപ്പമിവിടെ ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇന്ന് മാറ്റി പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി, അത്രേ ഉള്ളൂ. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഒരു പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ഒന്നുകിൽ BSCയിൽ പറയണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വത്തെ പാർലമെന്ററി കാര്യ മന്ത്രി വഴി ഗവൺമെന്റ് അറിയിക്കണം. ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടോ ഞങ്ങളോട് സംസാരിച്ചിട്ടോ ഫോണിൽ പോലും ഞങ്ങളോട് പറഞ്ഞില്ല. അവർ പാസ്സാക്കിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അതിനെന്താ? പിന്നെ മുഖ്യമന്ത്രി ഇന്നലെ എന്താണ് കേന്ദ്രത്തിനെ വിമർശിക്കില്ല എന്ന്. ഫിനാൻസ് കമ്മീഷൻ എന്താ പറഞ്ഞതെന്നറിയോ? ഈ ഗവൺമെന്റ് അവതരിപ്പിച്ചതിനേക്കാൾ ഭംഗിയായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ ഫിനാൻസ് കമ്മീഷന്റെ 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ മുമ്പിൽ കേരളത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. മനസ്സിലായേ? അത്ര ഭംഗിയായിട്ടാണ് ഞങ്ങൾ വെൽ സ്റ്റഡീഡ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ കേന്ദ്രത്തിൽ പാർലമെന്റിൽ സമരം നടക്കുമല്ലേ, കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സമരം നടക്കുമല്ലേ, എല്ലാ സ്ഥലത്തും നടക്കുമല്ലേ. ഞങ്ങളുടെ ഇന്നലെ എല്ലാ സ്ഥലത്തും സമരമായിരുന്നു. 8 MPമാര് ഇന്നലെ സസ്പെൻഷനിലാണ്. കേന്ദ്രത്തിനെതിരായി BJPക്കെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ. എന്നിട്ട് മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത അവാസ്തവമായ കാര്യം, ഞാൻ മുഖ്യമന്ത്രി പറയണ പച്ചക്കള്ളൊന്നും ഞാൻ പറയില്ല, അവാസ്തവമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി പറയുന്നത് ശരിയല്ല.